6,49,907 രജിസ്റ്റർ ചെയ്ത ക്ഷേത്രങ്ങളുണ്ട്. രജിസ്റ്റർ ചെയ്യാത്ത ക്ഷേത്രങ്ങൾ ഏതാണ്ട് 1-2 ലക്ഷം വേറെയുണ്ട്. ഈ ക്ഷേത്രങ്ങളിലെ പൂജാരിമാരും പ്രാർത്ഥിക്കുന്നവരും എല്ലാമായിട്ട് ഈ രാജ്യത്തെ ജനസംഖ്യയിൽ ഇപ്പോൾ എൻ്റെ നാട്ടിൽ കൊട്ടിയൂർ ഉത്സവത്തിൽ ലക്ഷങ്ങളാണ് മെനക്കെട്ടിട്ട് അവിടെ എല്ലാ തൊഴിലും കൂലി ഉപേക്ഷിച്ചിട്ട് അവിടെ വരുന്നത്, ശബരിമലയിൽ പോകുന്നതൊക്കെ. ഇത്രയും മനുഷ്യരുടെ അധ്വാനത്തിൻ്റെ നഷ്ടം നികത്തിയിരുന്നത് തന്നെ ഇന്ത്യ സമ്പന്ന രാജ്യമായിരുന്നു എന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിലെ സാംസ്കാരിക സമ്മേളനത്തിൽ പോയി പ്രസംഗിച്ചു. അടികിട്ടാതെ പോകുന്നത് ഭാഗ്യം. ഞാൻ പറഞ്ഞു വന്നത്, ഈ ക്ഷേത്രങ്ങൾ, പള്ളിയുടെ എണ്ണം വേറെയുണ്ട്, ചർച്ചിൻ്റെയും മോസ്കിൻ്റെയും എണ്ണം വേറെയുണ്ട്, ചെറുകിട പൂജാതി കർമ്മങ്ങൾ. മിക്ക വീട്ടിലും ഇപ്പോൾ പൂജാമുറികളുണ്ടല്ലോ. അവിടെയൊക്കെ കണ്ണൂർ താഴെ ചൊവ്വയിൽ നിന്ന് മേലെ ചൊവ്വയിലേക്ക് പോകുന്ന വഴിയിൽ 250 റുപ്യക്ക് സരസ്വതിയെ കിട്ടും, 300 കൊടുത്താൽ ഗണപതിയെ കിട്ടും. അതുകൊണ്ട് എല്ലാ വീട്ടിലും ഇപ്പോൾ പൂജാമുറികളും പ്രാർത്ഥനകളൊക്കെയാണ്. ഒരു ദിവസം ഒരു ദൈവം തുള്ളി ഓടുന്നത് ഞാൻ കണ്ടു. ഞാൻ ഒരു ജനപ്രതിനിധിയാണ്. എൻ്റെ ഡിവിഷനിലുള്ള ജില്ലാ പഞ്ചായത്തിലെ ഡിവിഷനിലുള്ള റോഡിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കാൻ അവിടുത്തെ ഓവർസിയർ വരാനിട്ട് ഞാൻ അയാളെ വീട്ടിൽ രാവിലെ പോയി. അയാൾ നല്ല തടിയനാണ്, ഒരു കുമ്പക്കൊടലിനാണ്. അയാൾ ഉണർന്നിട്ടുണ്ട്, പക്ഷെ ഇവിടെ ഉണ്ട്, എവിടെയാണെന്ന് കാണുന്നില്ലെന്നോ. അദ്ദേഹത്തിൻ്റെ അമ്മ കുളിച്ച് ഇറനണിഞ്ഞ് തലയിലൊരു തോർത്തും ചുറ്റി കോണിപ്പടിയുടെ ചുവട്ടിലിരുന്നിട്ട് ഇതിന് പൂജ ചെയ്യുക. ആ പൂജ ചെയ്യുന്നതിനിടയിൽ ഒരു അവതാളം ഞാൻ കേട്ടു, ഒരു പൊട്ടലും ചിറ്റലും കേട്ടു. നോക്കുമ്പോൾ ഈ കോണിപ്പടിയുടെ തൊട്ടപ്പുറത്തുള്ള ടോയ്ലറ്റിൽ ഇരുന്നിട്ട് ഇയാൾ അതിൻ്റെ അകത്തുള്ള ശബ്ദമാണ് ഈ പൂജയുടെ ഇടയിൽ. ഉണ്ടായിരുന്നുവെങ്കിൽ അവിടുന്ന് തുള്ളി കൂടുമായിരുന്നു. ഈ കാര്യവും ഞാൻ പറയാറുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയും ക്ഷേത്രങ്ങളും ഇത്രയും കൃതികളും പാരായണങ്ങളും വേദങ്ങളും ഉപനിഷത്തുകളൊക്കെ ഉണ്ട് നമ്മുടെ രാജ്യത്ത്. കൊളംബസ് അമേരിക്ക കണ്ടുപിടിക്കുന്നതിന് 1000 വർഷം മുമ്പ് നളന്ദയും തക്ഷശിലയും സർവകലാശാലയും ഉണ്ടായിരുന്നു ഇവിടെ. കഴിഞ്ഞ ദിവസം കൽക്കണൻ്റെ ഒരു പുസ്തകം എനിക്ക് കിട്ടി. കൊറ്റിയത്ത് സദാനന്ദൻ എന്ന് പറയുന്ന ആളാണ് എനിക്ക് തന്നത്. ആ പുസ്തകത്തിലാണ് കാശ്മീരിലെ ശാരദ സർവകലാശാലയെ പറ്റി മനസ്സിലായി. അവിടെ പോയി പഠിച്ചിട്ടാണ് ജഗദ്ഗുരു ആദിശങ്കരൻ കർണാടകത്തിൽ ശാരദാ പീഠം ഉണ്ടാക്കിയത് എന്ന പുസ്തകത്തിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട്. അത്തരത്തിലുള്ള സർവകലാശാലകൾ ഉണ്ടായിരുന്നു. ഉപനിഷത്തുകൾ 18 പുരാണങ്ങളിലെ 25,000 പേരുണ്ട്. ഈ പേരുകളല്ല നമ്മളിനിയിപ്പോൾ പുരാണത്തിലെ പേര് സിനിമക്ക് ഇടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു അല്ലേ? ജനത്തിനിടാൻ പറ്റില്ല. കാരണം പേരിട്ട് ഇനിയിപ്പോൾ ജപ്പാനീസ് ചൈനീസ് പേരുകൾക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും. കാരണം സിനിമയിലിട്ടാൽ ആ സിനിമക്ക് സെൻസർ ബോർഡ് കട്ടാൽ, സുരേഷ് ഗോപിയുടെ സിനിമയായാൽ പോലും സെൻസർ ബോർഡ് അനുവാദം കൊടുക്കുന്നില്ല എന്നുള്ളൊരവസ്ഥ വന്നാൽ പിന്നെ സാധാരണക്കാരൻ എടുത്താൽ എന്തായിരിക്കും അവസ്ഥ? ജാനകിയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോവുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ആ 18 പുരാണങ്ങളിൽ ഏതാണ്ട് 10-25,000 പേരുകളുണ്ടല്ലോ. ആ പേരിൻ്റെ പേരിലാണല്ലോ പിന്നെ ബാക്കി എല്ലാവർക്കും പേരിട്ടത്. അതിനു മുമ്പ് പേരില്ലല്ലോ. ഈ ലോകത്ത് സകലത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ദൈവത്തിനും പേര് കൊടുത്ത മനുഷ്യനാണ്. ഭൂമിക്കും ആകാശത്തിനും എല്ലാറ്റിനും പേര് കൊടുത്ത മനുഷ്യനാണ്. മനുഷ്യൻ വരുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ ഒന്നിനും പേരുണ്ടായിരുന്നില്ല. ഇത്രയും പേരുകൾ ഉണ്ടാക്കി. ധൃതരാഷ്ട്ര 100 മക്കൾക്ക് പേരിട്ട് തന്നെ ഇപ്പൊ 2 മക്കൾക്ക് പേരിടാൻ വേണ്ടിയിട്ട് എത്ര നെറ്റിലാ തത്തുന്നു? 100 മക്കൾക്ക് പേരിട്ടു ധൃതരാഷ്ട്രർ അല്ലേ? ഒന്നും ആവർത്തിക്കാതെ ഇടുകയും ചെയ്തു. അത്രയും പേരിട്ടവർ. നമ്മുടെ ഇംഗ്ലീഷ് മരുന്നും മെന്റലിയഫിന്റെ പട്ടികയും 104 മൂലകങ്ങളും ഒക്കെ ഉണ്ടാകുന്നതിന് 1000 കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലെ മരങ്ങളുടെയും ചെടികളുടെയും വള്ളികളുടെയും പൂക്കളുടെയും ഇലയും തൊലിയും പൂവും കായും വേരും തണ്ടും ലാബറട്ടറി ഇല്ല, മൈക്രോസ്കോപ്പ് ഇല്ല, ഒന്നുമില്ലാതെ വായിലിട്ട് ചവച്ചരച്ച് നോക്കിയിട്ടാണ് കഷായവും അരിഷ്ടവും ലേഹ്യവും വടകവും ഗുളികയും തൈലങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചത്. ചരകനും സുസൂതനും സഞ്ജീവിനിയും. അതൊരു ചെറിയ ബുദ്ധിയൊന്നുമല്ല, അപാര ബുദ്ധിയായിരുന്നു. ഇത്രയും ബുദ്ധിമാന്മാരുള്ള നമ്മുടെ രാജ്യത്ത് ഒറ്റൊരു ചോദ്യം, ഈ കാടുകളിലുള്ള ഏതെങ്കിലും ഒരു വസ്തു ഇന്ത്യയെ കണ്ടുപിടിച്ചിരുന്നോ എന്നൊന്ന് പരിശോധിക്കുക. അവിടെയാണ് ഈ ബുദ്ധിയെ സനാതനം എന്ന് പറഞ്ഞിട്ട് കുടുക്കിക്കടത്തിയിട്ട് അധുനാതനത്തിലേക്ക് കൊണ്ടുപോകാതിരുന്ന പുരോഹിത വർഗമാണ് ഈ രാജ്യത്തിന്റെ ശത്രു.
ഈ ഹാളിൽ ഈ മൈക്ക് കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല, എന്റെ വാച്ച് കണ്ടുപിടിച്ചത് ഇന്ത്യയിലല്ല, കണ്ണട കണ്ടുപിടിച്ചത്, പേന കണ്ടുപിടിച്ചത്, കടലാസ് കണ്ടുപിടിച്ചത്, അച്ചടി കണ്ടുപിടിച്ചത്, ബൾബ് കണ്ടുപിടിച്ചത്, ഫാന് കണ്ടുപിടിച്ചത്, കാറും ലോറിയും കണ്ടുപിടിച്ചത്, ക്യാമറ കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല. ഇത്രയും വിവരമുണ്ടായിട്ട് സനാതനികളോട് ഞാൻ എല്ലായിടത്തും ചോദിക്കുക, എന്തുകൊണ്ട് ആധുനികമായി മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒന്നുപോലും ഇന്ത്യയിൽ കണ്ടുപിടിച്ചതല്ല? എല്ലാം അങ്ങന്ന് കണ്ടുപിടിച്ചു വന്ന വിസ്റ്റം എറൈസ് ഫ്രം ഈസ്റ്റ് എന്നാ പറഞ്ഞിരുന്നത്. വിവേകം കിഴക്ക് നിന്നാണ് ഉദിക്കുന്നതെന്ന് പാശ്ചാത്യര് പറഞ്ഞിരുന്നു. സംഭവം നമ്മുടെ ജ്ഞാനത്തിന്റെ വികാസ പ്രക്രിയ ഭാരതത്തിൽ തടഞ്ഞു വെച്ച പുരോഹിതന്മാരാണ് ഈ രാജ്യത്തിന്റെ സകലമായ ദയനീയാവസ്ഥയുടെയും കാരണക്കാരി. ഈ സത്യം വിളിച്ചു പറയാൻ നമുക്ക് ധൈര്യം വേണം. സന്യാസിമാരെയും പുരോഹിതന്മാരെയും രണ്ടും രണ്ടായി കാണണം കേട്ടോ. സന്യാസിമാരെന്ന് പറഞ്ഞാൽ കഞ്ചാവ് അടിച്ചിട്ട് കുംഭമേളക്ക് പോയിട്ട് വീട് തിരയുന്നവരെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ശങ്കരാചാര്യര് പോലും പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അവസാനം പറഞ്ഞത് ഉദരനിമിത്തം ബഹുകൃതവേഷം എന്നാണ്. മൊട്ടയടിച്ചിട്ടും മുടി കത്തിച്ചിട്ടും ജട പിടിച്ച മുടിയുമായി നടന്നിട്ടൊക്കെ ഒരുപാട് സന്തോഷമാധവൻ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷെ സമ്യക്കായി നശിക്കുന്നവർ സ്വന്തം സുഖഭോഗങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ബഹുജന സുഖായ ബഹുജന ഹിതായ എന്ന ഉദ്ദേശത്തിൽ മുന്നോട്ട് പോകുന്ന സന്യാസിമാർ, ആ സന്യാസി പരമ്പരയിൽപ്പെട്ട കുറെ ആളുകൾ സനാതനികളല്ല, അധുനാതനികളായ സന്യാസിമാർ ഈ രാജ്യത്ത് ഒരുപാടുണ്ടായിരുന്നു. അവര്